എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ രണ്ട് വിദ്യാലയങ്ങൾ വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. പാഠ്യമേഖലയിലും അതുപോലെ തന്നെ പാഠ്യേതര മേഖലയിലൊക്കെ തന്നെ ആ വിദ്യാലയങ്ങൾ ഈ അടുത്ത കാലത്തായി വലിയ സുവർണ്ണ നേട്ടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അത് മറ്റേത് സ്കൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളും കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളുമാണ് ഒരു സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. എന്താണ് ആ സുവർണ്ണ നേട്ടം? KCBCയുടെ 2025-26 വർഷത്തെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ അവാർഡിൽ നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള അവാർഡ് നേടിയിരിക്കുകയാണ് കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലെ തന്നെ LP സ്കൂളിൽ മികച്ച ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നേടിയിട്ടുള്ള സ്കൂളുകളിലും നമ്മുടെ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. നമുക്കറിയാം KCBC എന്ന് പറയുമ്പോൾ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, കേരളത്തിലെ 3 റീത്തുകൾ, കാത്തലിക് സഭയിലുള്ള ലത്തീൻ റീത്ത്, മലങ്കര റീത്ത്, സിറോ മലബാർ റീത്ത്, ഈ 3 റീത്തുകളിലും ബിഷപ്പുമാർ ചേർന്നിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് KCBC ബിഷപ്പുമാരുടെ. അതിൽ ഓരോ ഘടകങ്ങളുണ്ട്. അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവാർഡുകളാണ്. കേരളത്തിൽ കത്തോലിക്ക സഭയുടേതായിട്ട് ഒരുപാട് സ്കൂളുകളുണ്ട്. നമ്മുടെ ചാലക്കുടിയിൽ തന്നെ എത്രയോ സ്കൂളുകളുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്കൂളുകൾ, അങ്ങനെ കേരളത്തിൽ ഒട്ടനവധി സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട് നേടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം, വളരെ സന്തോഷകരമായ വിവരം. കാരണം ഈ വിദ്യാലയം കലാമേഖലയിലാണെങ്കിലും കായിക മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ മികച്ച നേട്ടങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തല്ല, കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ തൃശ്ശൂരിന് കിരീടം നേടാനുള്ള ലാസ്റ്റ് പോയിന്റ് നേടിയത് എവിടെ നിന്നാണ്? അത് കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുട്ടികളുടെ പോയിന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കായിക മേഖലയിൽ, പാഠ്യേതര മേഖലയിൽ കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കറുത്ത കുതിരകളായിട്ടാണ് മാറിയിരിക്കുന്നത്. അതായത് ചാലക്കുടി ഉപജില്ലയിൽ തന്നെ വളരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, പാഠ്യമേഖലയിലും പാഠ്യേതര മേഖലയിലൊക്കെ തന്നെ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ആ ഹയർ സെക്കൻഡറി സ്കൂൾ നേതൃത്വം വഹിക്കുന്നത് അതിൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള ആൻഡുമാഷാണ്. ആൻഡുമാഷിൻ്റെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കുട്ടികളോടുള്ള ഒരു ഇടപെടലും അവിടുത്തെ അധ്യാപകരുടെ ഇടപെടലൊക്കെ തന്നെയാണ് കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന് KCBCയുടെ ഇത്തരത്തിലുള്ള ഒരു വലിയ അഭിമാനാർഹമായിട്ട് പുരസ്കാരം നേടാൻ ഇടയാക്കിയത് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ LP സ്കൂളിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റിക്കാട് LP സ്കൂളിലേക്ക് ആനിവേഴ്സറികൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എന്ത് രസമെന്നറിയോ പരിപാടികൾ, കൊച്ചുകുട്ടികളുടെ പരിപാടികൾ. അതുപോലെ തന്നെ ഒട്ടനവധി ഇരിഞ്ഞാലക്കുട രൂപതയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സ്കൂളാണ് ഈ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ. അവിടുത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ജെസ്സി ടീച്ചറുടെ നേതൃത്വത്തിലാണ്, ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ജെസ്സി ടീച്ചറുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് വിദ്യാലയങ്ങളിലെയും PTA MPTA ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്കൂളിൻ്റെ മാനേജർ റവറൻ ഫാദർ ലിജു പറമ്പേത്താണ്. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. വിദ്യാലയങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ നിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമുക്കറിയാം, ഒരു നല്ല മാനേജ്മെൻറ്റ് ഉണ്ടായാലാണ് ഇത്തരം വിദ്യാലയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്തായിരുന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടൊക്കെ തന്നെ ഈ വിദ്യാലയം സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്, അതിലെ ഹൈസ്കൂളായിരുന്നാലും LP സ്കൂളായിരുന്നാലും ഒക്കെ തന്നെ വലിയ വിജയ പ്രതീക്ഷകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സ്കൂളിൻ്റെ പ്രകടനങ്ങളെ എപ്പോൾ വേണമെങ്കിലും മറികടന്ന് പോകാനുള്ള ഒരു അൺപ്രഡിക്റ്റബിൾ ടീമാണ്. അൺപ്രഡിക്റ്റബിൾ ഒരു ടീം ആണ് ശരിക്കും പറഞ്ഞാൽ സെൻറ്റ് സെബാസ്റ്റ്യൻ കുറ്റിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും LP സ്കൂളൊക്കെ തന്നെ ഈ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. KCBCയുടെ അവാർഡാണ്. ഈ KCBCയുടെ അവാർഡ് എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ബച്ചിനെല്ലി എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പിൻ്റെ പേരിലുള്ള കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, ആരാണ് ഈ ആർച്ച് ബിഷപ്പ്? ആ ആർച്ച് ബിഷപ്പിനെ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താണ്. അദ്ദേഹം വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹം വളരെ നിസ്തുലമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. റോമിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പിന്നീട് കർമ്മലിത്ത മിഷണറി ആവുകയും അദ്ദേഹം മലബാർ മേഖലയിലേക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ കടന്നു വരികയും അങ്ങനെയാണ് അദ്ദേഹം ഈ വരാപ്പുഴയിൽ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആവുക. ഇവിടെ ഏറ്റവും അടിത്തറയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രവർത്തനങ്ങൾ നടത്തിയത് ഈ ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ബച്ചിനെല്ലി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? പള്ളികൾ തോറും പള്ളിക്കൂടം, പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ചരിത്രപരമായിട്ടുള്ള ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് അത് ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ബച്ചിനെല്ലിയാണ്. മാന്നാനം കോയന്തയിൽ ഇരുന്നാണ് അദ്ദേഹം ആ കൽപ്പന പുറപ്പെടുവിച്ചത് എന്നാണ് നമുക്ക് അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേഖകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് ആദ്യം കിട്ടുന്ന അറിവതാണ്. മഹാമിഷണറി ആയിട്ടുള്ള ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ബച്ചിനെല്ലി പിതാവ് 1868 സെപ്റ്റംബർ 5-ാം തീയതിയാണ് കാലം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് KCBC ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആർച്ച് ബിഷപ്പ് ബെർണാർഡ് ബച്ചിനെല്ലിയുടെ പേരിൽ KCBC കൊടുക്കുന്ന അവാർഡ് ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലുള്ള സ്കൂളുകളിൽ നമ്മുടെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളും സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂളും ഉൾപ്പെട്ടിരിക്കുന്നു. വലിയ നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾമാരായിട്ടുള്ള ആൻഡുമാഷ്ക്കും LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ജെസ്സി ടീച്ചർക്കും എല്ലാത്തിനുമുപരി ഈ സ്കൂളുകളെ മുന്നോട്ട് നയിക്കുന്ന റവറൻ ഫാദർ ലിജു പറമ്പേത്തച്ഛനും JFS മീഡിയയുടെ അഭിനന്ദനങ്ങൾ. PTA-ക്കും MPTA ഭാരവാഹികൾക്കും അവിടുത്തെ അധ്യാപകർക്കും ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനിയും നേട്ടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളുകൾ മുന്നോട്ട് പോകട്ടെ. കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും എല്ലാം LP സ്കൂളും എല്ലാം തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.